ഭാവന സാറ സംസാരിക്കുന്നു. എന്നെ നിങ്ങൾക്ക് പലർക്കും നന്നായി അറിയാമായിരിക്കാം. എന്നാൽ എന്നെ വലിയ പരിചയമില്ലാത്തവരും കൂട്ടത്തിൽ കാണും. ഏതായാലും ഇന്ന് സമയം കിട്ടിയപ്പോൾ എൻ്റെ ജീവിതത്തിലെ ചില കാര്യങ്ങൾ നിങ്ങളുടെ മുൻപിൽ നിരത്തി വയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ഭർത്താവായ അബ്രഹാമും ഞാനും ഒരപ്പൻ്റെ മക്കളാണ്. എന്നാൽ അമ്മ രണ്ടാണ്. ഞങ്ങളുടെ നാട്ടിൽ അന്ന് അങ്ങനെയുള്ള വിവാഹം സാധാരണമായിരുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയായി. ആങ്ങള എന്ന സ്ഥാനം ഉണ്ടായിരുന്നുവെങ്കിലും എൻ്റെ ഭർത്താവിനെ ഞാൻ അങ്ങേയറ്റം അനുസരിച്ച് കീഴടങ്ങിയിരുന്നു. ഞങ്ങൾ തമ്മിൽ 10 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. യജമാനനെ എന്നേ ഞാൻ അദ്ദേഹത്തെ വിളിച്ചിട്ടുള്ളൂ. വിവാഹം കഴിഞ്ഞ് ഞങ്ങൾ മാതാപിതാക്കളോടൊത്ത് കൽദയരുടെ പട്ടണമായ ഊരിൽ താമസിക്കുകയായിരുന്നു. ഞങ്ങളുടെ പിതാവിന് 3 പുത്രന്മാരുണ്ടായിരുന്നു. എങ്കിലും ഒരാൾ നേരത്തെ മരിച്ചുപോയി. എന്നാൽ മരിച്ച സഹോദരന്റെ പുത്രൻ ലോത്ത് ഞങ്ങളുടെ കൂടെയായിരുന്നു താമസം. അപ്പൻ മരിച്ച ശേഷം ഒരിക്കൽ യഹോവയായ ദൈവം എൻ്റെ ഭർത്താവിന് പ്രത്യക്ഷനായി. ഞങ്ങളുടെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് ദൈവം കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോക എന്ന് പറഞ്ഞു. എനിക്കന്ന് 65 വയസ്സ് പ്രായം. അദ്ദേഹം എന്നോട് വിവരം പറഞ്ഞു. ഞാനത് സന്തോഷത്തോടെ അദ്ദേഹം പറഞ്ഞത് അനുസരിച്ചു. ഭർത്താവിൻ്റെ തീരുമാനത്തിന് ഞാൻ എതിരൊന്നും പറയാറില്ല. അപ്പനില്ലാത്ത ലോത്തും ഞങ്ങളോടുകൂടെ പോന്നു. അതിലും എനിക്ക് സന്തോഷമേ ഉണ്ടായിരുന്നുള്ളൂ. അനാഥരെ നമ്മൾ ആവതും സഹായിക്കണമെന്നുള്ള ചിന്താഗതിക്കാരിയായിരുന്നു ഞാൻ. ഞങ്ങൾ യാത്ര ചെയ്ത സ്ഥലങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ സഹായം ഞങ്ങൾക്കുണ്ടായിരുന്നു. ഞങ്ങൾ കൂടാരമടിച്ചാണ് ഓരോ സ്ഥലത്തും താമസിച്ചത്. എന്നാൽ എവിടെ കൂടാരമടിച്ചാലും എൻ്റെ ഭർത്താവ് അവിടെ ഒരു യാഗപീഠം പണിയും ആരാധന കഴിക്കും. നമ്മൾ ദൈവമക്കളാണെന്നതിന് ഒരു തെളിവ് കൂടി വേണമല്ലോ. ഞങ്ങൾ ദൈവത്തെ അനുസരിച്ച് ജീവിച്ചതിനാൽ ദൈവം ഞങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകി. എന്നിരുന്നാലും ദൈവം ഞങ്ങൾക്ക് മക്കളെ തരുവാൻ മാത്രം ദൈവം പ്രസാദിച്ചില്ല. എൻ്റെ 75-ാമത്തെ വയസ്സിൽ യഹോവ ഞങ്ങളെ വലിയൊരു ജാതിയാക്കുമെന്ന് അരുളി ചെയ്തു. എന്നാൽ എനിക്ക് അത് വിശ്വസിക്കുവാൻ സാധിച്ചില്ല. ഞാൻ എൻ്റെ ദാസിയെ ഭർത്താവിന് ഭാര്യയായി കൊടുത്തു. എൻ്റെ ചിന്താഗതികൾക്കനുസരിച്ചായിരുന്നു അന്നും ഞാൻ ദൈവത്തെ അളന്നത്. ആ ദാസിയിൽ ഇശ്മയേൽ എന്ന പുത്രൻ ഉണ്ടാവുകയും ചെയ്തു. അതുമൂലം പിൽക്കാലത്ത് അനുഭവിച്ച വ്യഥ പറഞ്ഞറിയിക്കാൻ വയ്യ. ദൈവത്തിന് പ്രവർത്തിക്കാൻ സമയം കൊടുക്കാത്തതിൻ്റെ ഭവിഷ്യത്ത് എത്ര ഭയങ്കരം! എന്നാൽ 13 കൊല്ലങ്ങൾക്ക് ശേഷം വീണ്ടും ദൈവം ഞങ്ങൾക്ക് പ്രത്യക്ഷനായി. ഞങ്ങളുടെ 2 പേരുടെയും പേരുവരെ മാറ്റിയിരുന്നു. ഇതൊക്കെയാണെങ്കിലും ദൈവം പറഞ്ഞത് അതുപോലെ അങ്ങ് വിശ്വസിക്കുവാൻ എനിക്ക് സാധിച്ചില്ല. ഒരു ദിവസം 3 പുരുഷന്മാർ ഞങ്ങളുടെ വീട്ടിൽ വന്നു. അദ്ദേഹം അവരെ ഓടിപ്പോയി എതിരേറ്റു. ഉടനെ തന്നെ ഒരു 3 ഇടങ്ങഴി മാവെടുത്ത് അപ്പമുണ്ടാക്കി ഒരു കാളക്കുട്ടിയെയും പാകം ചെയ്ത് വെണ്ണയും പാലും ഒക്കെയും ചേർത്ത് ഞങ്ങൾ അവരെ സൽക്കരിച്ചു. അതിഥി സൽക്കാരം ചെയ്യുവാൻ എനിക്ക് ഇതുവരെ മടിയൊന്നും തോന്നിയിട്ടില്ല. വീട്ടിൽ വരുന്ന ആരെയും സൽക്കരിക്കാതെ ഞാൻ വിട്ടിട്ടുമില്ല. വന്ന പുരുഷന്മാർ ആഹാരമൊക്കെ കഴിച്ചു കഴിഞ്ഞ് കുശലപ്രശ്നം ഒക്കെ ആരംഭിച്ചു. ഞാൻ കൂടാരത്തിനകത്ത് നിൽക്കുകയായിരുന്നു. അവർ എന്നെപ്പറ്റി പ്രത്യേകം അന്വേഷിച്ചിട്ട് അടുത്ത വർഷം എനിക്കൊരു പുത്രൻ ജനിക്കും എന്ന് പറഞ്ഞു. ഞാൻ മനസ്സിൽ വിചാരിച്ചു, വൃദ്ധയായിരിക്കുന്ന എനിക്ക് ഇനിയും മക്കളുണ്ടാകുമോ?
എൻ്റെ ഭർത്താവ് വയസ്സ് ചെന്ന് വൃദ്ധനായിരിക്കുന്നു. എനിക്ക് അവർ പറഞ്ഞത് വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. ഞാൻ ഉള്ളുകൊണ്ട് ചിരിച്ചു. എന്നാൽ യഹോവ അത് കണ്ടു. യഹോവയാൽ കഴിയാത്ത ഒരു കാര്യമുണ്ടോ? സാറ ചിരിക്കുന്നത് എന്ത് എന്ന് യഹോവ ചോദിച്ചു. ഞാൻ ഭയന്നുപോയി. അന്ന് വരെ ഞാൻ ദൈവത്തെ അത്രയും അറിഞ്ഞിരുന്നില്ല. എന്നാൽ എൻ്റെ ഭർത്താവ് ദൈവം പറഞ്ഞത് അതുപോലെ വിശ്വസിച്ചു. അദ്ദേഹം എന്നെ ഈ ദൈവത്തെ പരിപൂർണമായി വിശ്വസിക്കുവാൻ പ്രേരിപ്പിച്ചു. അദ്ദേഹം ഏകദേശം 100 വയസ്സായിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിക്കുകയും ചെയ്യുന്നവനാണ് എൻ്റെ ദൈവമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. അദ്ദേഹത്തിൻ്റെ വിശ്വാസം എന്നെ വളരെ ഉറപ്പിച്ചു. വാഗ്ദത്തം ചെയ്തവൻ നിവർത്തിക്കുവാൻ കഴിവുള്ളവനാണെന്നുള്ള ബോധ്യം ഞങ്ങൾക്കുണ്ടായി. പ്രിയമുള്ളവരെ, 89 വയസ്സ് കഴിഞ്ഞ എനിക്ക് ഒരു കുട്ടി ഉണ്ടാകുമെന്ന് നമുക്ക് ചിന്തിക്കാനെങ്കിലും കഴിയുമോ? എന്നാൽ നമ്മുടെ ദൈവം അസാധ്യങ്ങളുടെ ദൈവമാണ്. 90ാമത്തെ വയസ്സിൽ ഞാനൊരു മകനെ പ്രസവിച്ചു. അവനാണ് ഇസഹാക്ക്. എൻ്റെ ജീവചരിത്രം നിങ്ങൾ കേട്ടല്ലോ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേക പ്രശ്നമുണ്ടോ? അസാധ്യമെന്ന് പറഞ്ഞ് നിങ്ങൾ കൈയൊഴിഞ്ഞ എന്തെങ്കിലും വിഷയമുണ്ടോ? ഉണ്ടെങ്കിൽ ആ വിഷയം ജീവനുള്ള ദൈവത്തിൽ സമർപ്പിക്കുക. അവനത് നിർവഹിച്ചു തരുവാൻ പ്രാപ്തനാണ്. എന്നാൽ ദൈവത്തിന് കഴിയും എന്ന പരിപൂർണ വിശ്വാസം നമുക്കുണ്ടാവണം. 90ാമത്തെ വയസ്സിൽ എനിക്കൊരു മകനെ തരുവാൻ ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ നിങ്ങളുടെ ഏത് പ്രശ്നവും മാറ്റുവാൻ അവൻ ശക്തനാണ്. ഇത്രയും സമയം എൻ്റെ കൂടെ ചിലവഴിച്ചത് ഞാൻ നന്ദി പറയുന്നു. ഇന്നത്തെ ഭാവന നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. കൂടുതൽ ബൈബിൾ പ്രോഗ്രാമുകൾക്കും ബൈബിൾ ക്വിസ് ചോദ്യങ്ങൾക്കും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും മറക്കരുത്.